നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം ആശ്രാമത്ത് ജൂൺ 19-നുണ്ടായ വാഹനാപകടത്തിൽ 80-കാരൻ മരിച്ചത് കൊലക്കേസായി മാറുന്നു. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ചുരുളഴിയുന്നത്. BSNL-ൽ ഉന്നത തസ്തികയിലിരുന്ന് വിരമിച്ച പാപ്പച്ചൻ എന്നയാളാണ് മരിച്ചത്. ഇത് റോഡ് അപകടമാണെന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവന്നത്. വിരമിച്ചപ്പോൾ ആനുകൂല്യമായി കിട്ടിയ 90 ലക്ഷം രൂപ കൊല്ലത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്ന പാപ്പച്ചൻ സ്ഥാപനത്തിലെ ജീവനക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹം സ്വന്തം കുടുംബവുമായി നല്ല ബന്ധത്തിലല്ല എന്ന വിവരം വനിതയായ മാനേജർ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു. ഇദ്ദേഹം ഇല്ലാതായാൽ തുക ചോദിച്ച് ആരും വരില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കിയാണ് മാനേജർ സരിതയും അക്കൗണ്ടന്റും ചേർന്ന് ആസൂത്രണം നടത്തിയത്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ അനി എന്ന ക്രിമിനലിനെ സമീപിച്ചാണ് കൊട്ടേഷൻ ഉറപ്പിച്ചത്. പാപ്പച്ചന്റെ അക്കൗണ്ടിലെ 90 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം പ്രതിഫലമായി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇത് പ്രകാരം അനി ജൂൺ 19-ന് ആസിഫ് എന്നയാളിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചൻ ഉപയോഗിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടമുണ്ടാക്കിയത്. ആശ്രാമം മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം. സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ് പാപ്പച്ചൻ. പാപ്പച്ചൻ സൈക്കിളിലെ യാത്ര ചെയ്യുമെന്ന് പ്രതികൾക്ക് നന്നായി അറിയാമായിരുന്നു. ജൂൺ 19-ന് പാപ്പച്ചന്റെ സൈക്കിളിലേക്ക് നീല നിറത്തിലുള്ള വാഗണർ കാർ ചെന്നിടിക്കുന്നതിന്റെ CCTV വീഡിയോ അന്ന് തന്നെ പോലീസിന് കിട്ടിയിരുന്നു. എന്നാൽ അപ്പോഴും ഇത് ആസൂത്രിതമാണെന്ന് ആരും കരുതിയില്ല. കാറിന്റെ കളറും നമ്പറും എല്ലാം നോക്കി ഓടിച്ചയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴും കൊലപാതകമാണെന്ന സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വാഹനം ഓടിച്ച അനിയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. 80-കാരന്റെ അരും കൊലയ്ക്ക് കൊട്ടേഷൻ എടുത്ത അനി, കാർ വാടകയ്ക്ക് കൊടുത്ത ആസിഫ്, ധനകാര്യ സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് മാനേജർ സരിത, അക്കൗണ്ടന്റ് അനൂപ് എന്നിങ്ങനെ 4 പേരെ ഇന്നലെ വൈകിട്ടോടെ കസ്റ്റഡിയിലെടുത്തു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാറിന്റെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് പുലർച്ചെ അറസ്റ്റ് രേഖപ്പെടുത്തും. ധനകാര്യ സ്ഥാപനത്തിന്റെ ഉന്നതർ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി വിവരമുണ്ട്. പ്രതികളുടെ അറസ്റ്റിന് ശേഷം അക്കാര്യങ്ങളിലും വിശദമായ അന്വേഷണം ഉണ്ടാകും.